നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. എൻ്റെ ഡയറ്റിങ് ചപ്പാത്തിയാണ്. ഡയറ്റിങ് ചപ്പാത്തി വലിയ പാടാ ഉണ്ടാക്കാനൊക്കെ. ചപ്പാത്തി ഉണ്ടാക്കാതെ 2 ദിവസം കൊണ്ട് ഞാൻ ഡയറ്റിങ് ആയതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും 2 നേരം ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ 3 ചപ്പാത്തി, രാത്രി 3 ചപ്പാത്തി, ചിലപ്പോൾ അത് 2 ചപ്പാത്തിയാകും. അങ്ങനെ ഞാൻ രാവിലെ ഉണ്ടാക്കുമ്പോൾ 6 ചപ്പാത്തി മൊത്തത്തിൽ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് എടുക്കും. അതാണ് പതിവ്. സാധാരണ ഇത്ര ഷേപ്പ് വരാത്തത് എന്താ പറ്റുന്ന ഞാൻ പറ്റി ഇത്ര ഷേപ്പ് വരട്ടെ. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി നമുക്കിത് ചൂടാം. രാത്രിയിലത്തേക്കുള്ള ചപ്പാത്തി ഞാൻ പരത്തി ഇതുപോലെ പ്ലേറ്റിനകത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിട്ട് ആ കവറിനകത്തിൽ വെച്ച് അത് എയർ കയറി നമ്മുടെ ഫ്രിഡ്ജിനകത്തിലിരിക്കുന്ന ഒന്നിൻ്റെ സാധനങ്ങളുടെ സ്മെല്ലടിക്കാതിരിക്കാൻ ഇതുപോലെ 3 പ്ലേറ്റിനകത്തിൽ 3 വെച്ചിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവറിനകത്തിലാക്കിയിട്ട് മൂടിക്കെട്ടി ഫ്രിഡ്ജിനകത്തിൽ കൊണ്ടുവന്ന് വെക്കാറ്. അപ്പോൾ അത് വന്നിട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറി കഴിയുമ്പോൾ ചുട്ടെടുക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തേക്കുള്ള എനിക്ക് ഉള്ള ചപ്പാത്തി ചുടാനുള്ള പരിപാടിയിലാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയാം, ഒരു മനസ്സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പരിപാടിയുടെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ചപ്പാത്തി എല്ലാം ചുടാൻ വെച്ച് 3 ചപ്പാത്തി 3 എടുത്താൽ ഞാൻ അങ്ങനെ 3 കഴിക്കത്തില്ല. അങ്ങനെ ചുട്ട് പാത്രത്തിലോട്ട് വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചില കലാപരിപാടികളൊക്കെ നിങ്ങൾ കണ്ടെന്നിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. അത് എന്നോട് എല്ലാവരും ചോദിക്കും എനിക്ക് വട്ടുണ്ടോ എന്ന്. പക്ഷേ എനിക്ക് വട്ടൊന്നുമില്ല. വട്ടുള്ളതുപോലെ ഒരു ഭാവം. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങളാരും വലിയ കാര്യമാക്കല്ലേ. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സമയം, എൻ്റെ ബോറടി മാറ്റാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വിശ്രമവേളകൾ ആനന്ദകരമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അന്നേരം ടി വിയിൽ കേട്ട ഏതോ ഒരു പാട്ടിന് താളം തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷേ പാട്ട് ലോങ് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് പാട്ട് മ്യൂട്ടാക്കി ഞാൻ എൻ്റെ സൗണ്ട് കൊടുത്തതന്നേ ഉള്ളൂ. കയ്യിൽ കിട്ടിയ പാട്ടെടുത്തിട്ട് അലക്കി അങ്ങ് വിടുവാണ് ഞാൻ. ഇതെന്താ കാണിക്കുന്നതെന്ന് ഞാനും മറന്നുപോയി. സത്യം പറയലും മറന്നുപോയി. ഇതെവിടെയോ കണ്ട് നല്ല ഓർമ്മ. നമ്മുടെ ശിവകാർത്തികേയൻ്റെ സിനിമയിലെ ഓ മേലെ ഒരു കണ്ണ്, ആ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഒരു ചപ്പാത്തി കരിഞ്ഞു പോയി. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ആ കണ്ടത്. പിന്നെ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞ് എല്ലാം കഴിക്കാൻ പാകത്തിന് എടുത്ത് വെച്ചിട്ട് പിന്നെയും ഞാൻ വീണ്ടും അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി രാവിലെ നാളത്തേക്കുള്ള അരി ഉഴുന്നും കുതിർക്കാൻ വെള്ളത്തിലിട്ട് വെച്ച് അതും എല്ലാം ഒതുക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ രംഗം എന്നൊന്നും പറയാനൊക്കത്തില്ല. വീണ്ടും ഓരോ പാത്രത്തിൽ നിന്ന് ഓരോ പാത്രത്തിലോട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതിനിടയിലൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ എൻ്റെ മൂക്ക് കുത്തിയായിരുന്നു. എൻ്റെ മൂക്ക് കുത്തിയത് കൊണ്ടാണോ എന്തോ കുറച്ച് കരഞ്ഞത് കൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്നൊരു പനി കയറി പിടിച്ച് എൻ്റെ വോയിസിന് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ എന്തോ പറഞ്ഞിട്ട് ശരിയാവുന്നില്ല. എത്ര നേരം സൗണ്ട് കൊടുത്തു വോയിസ് എഡിറ്റ് ചെയ്തിട്ടും ഒരു തരത്തിലും അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഒപ്പിച്ച് തട്ടിക്കൂട്ടിയൊക്കെ വിടുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ അടുക്കളയൊന്ന് തൂത്തുവാരി അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടേച്ച് കാപ്പി കഴിക്കൽ പരിപാടിയിലോട്ട് കടങ്ങുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ഞാൻ കഴിക്കാനുള്ളത് നോക്കി കഴിച്ച് പിന്നെ രാവിലത്തെ വീഡിയോ എഡിറ്റിങ്ങും കാര്യത്തിലോട്ടും ഒക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഒരുപാട് താങ്ക്സ്. ടാറ്റാ ബൈ ബൈ, സീ യു.